വരുന്ന 31-ാം തീയതി കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് ആൻഡ് സയൻസ് കുഹാസിന് കീഴിലുള്ള കോളേജുകളിലേക്ക് യൂണിയൻ ഇലക്ഷൻ നടക്കാൻ വേണ്ടി പോവുകയാണ്. വൈദ്യരത്നം PS വാര്യർ ആയുർവേദ മെഡിക്കൽ കോളേജിൽ ജനറൽ സെക്രട്ടറി പോസ്റ്റിലേക്ക് ഫ്രട്ടേണിറ്റി മൂവ്മെൻറ്റിൻ്റെ സ്ഥാനാർത്ഥിയായി ഹന്ന VP എന്ന വിദ്യാർത്ഥി നോമിനേഷൻ നൽകിയിരുന്നു. എന്നാൽ സൂക്ഷ്മ പരിശോധനയുടെ സമയത്ത് ന്യായമായ ഒരു കാരണങ്ങളും ബോധിപ്പിക്കാനില്ലാതെ SFIയുമായി കൂട്ടുചേർന്നുകൊണ്ട് റിട്ടേണിംഗ് ഓഫീസർ നടത്തിയിട്ടുള്ള കൃത്രിമത്വത്തിൻ്റെ ഫലമായി ആ വിദ്യാർത്ഥിയുടെ നോമിനേഷൻ തള്ളപ്പെടുകയുണ്ടായി. അന്നത്തെ ദിവസം ഈ ജനാധിപത്യ അട്ടിമറിയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അതിൻ്റെ കാരണങ്ങളെക്കുറിച്ച് ഞങ്ങൾ അന്വേഷിച്ചിരുന്നു. മതിയായ കാരണങ്ങൾ ചൂണ്ടിക്കാണിക്കാതെയും കോടതിയെ സമീപിക്കാൻ അതിൻ്റെ പേപ്പർ നൽകുന്നതിൽ ബോധപൂർവമായി സമയം വൈകിക്കുകയൊക്കെ ചെയ്തുകൊണ്ട് കോളേജ് അധികൃതർ നടത്തിയിട്ടുള്ള റിട്ടേണിംഗ് ഓഫീസറുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ള SFIക്ക് വേണ്ടിയിട്ടുള്ള ആ ഒരു കൃത്രിമത്വത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഞങ്ങൾ ഹൈക്കോടതിയെ സമീപിക്കുകയും ഇന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഞങ്ങൾക്ക് ആ വിദ്യാർത്ഥിക്ക് മത്സരിക്കാമെന്നുള്ള ഉത്തരവ് നൽകുകയും ചെയ്തിട്ടുണ്ട്. ഏകാധിപത്യ കോട്ടകളാക്കിക്കൊണ്ട് കേരളത്തിലെ ക്യാമ്പസുകളെ മാറ്റിത്തീർക്കുന്നതിന് വേണ്ടി എതിരില്ലാതെ ഞങ്ങൾ തിരഞ്ഞെടുക്കപ്പെടുന്നുവെന്ന് SFI അവകാശപ്പെട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ക്യാമ്പസുകളിലും വലിയ അർത്ഥത്തിലുള്ള ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യുന്ന സാഹചര്യമാണ് നമ്മുടെ മുന്നിലുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സാഹചര്യത്തെ മുന്നിൽ വെച്ചുകൊണ്ട് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി കേരളത്തിലെ ക്യാമ്പസുകൾക്കകത്ത് ക്യാമ്പസുകളെ ജനാധിപത്യവൽക്കരിക്കുക, ഇത്തരത്തിലുള്ള ഏകാധിപത്യ കോട്ടകളെ തകർക്കുക എന്നുള്ള ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു നവ ജനാധിപത്യ വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനം എന്നുള്ള നിലയിൽ ഞങ്ങൾക്ക് തികഞ്ഞ ബോധ്യമുണ്ടായിരുന്നു ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മുന്നിൽ ഞങ്ങളുടെ ഈ കാര്യങ്ങളെ ചൂണ്ടിക്കാണിക്കാൻ കഴിയുമെന്നുള്ളതും അതുമായി ബന്ധപ്പെട്ട് അവിടെ നിന്ന് അനുകൂലമായ ഒരു ഉത്തരവ് നേടിയെടുക്കാൻ കഴിയുമെന്നുള്ള ഞങ്ങളുടെ ഇച്ഛാശക്തിക്ക് മുന്നിൽ ആ ഒരു വലിയ അർത്ഥത്തിലുള്ള മുന്നേറ്റം നടത്തിയതിൻ്റെ ഫലമായി ആദ്യഘട്ടത്തിൽ ഞങ്ങളവിടെ വിജയിച്ചിരിക്കുകയാണ്. ഇനി വരുന്നത് അവിടുത്തെ തിരഞ്ഞെടുപ്പിന് അഭിമുഖീകരിക്കുക എന്നുള്ളതാണ്. ജനാധിപത്യ വിരുദ്ധവും അതുപോലെ തന്നെ സ്ത്രീ വിരുദ്ധവുമായ അതുപോലെ വലിയ അർത്ഥത്തിലുള്ള ചാപ്പകുത്തലുകളും അപരത്വവൽക്കരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്യാമ്പയിനുകൾ SFI നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. SFI നടത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാ കുതന്ത്രങ്ങളെയും ചെറുത്തു തോൽപ്പിച്ചുകൊണ്ട് ആ വിദ്യാർത്ഥിയെ വിജയിപ്പിച്ചെടുക്കുക എന്നുള്ളത് തന്നെയാണ് ഫ്രട്ടേണിറ്റി മൂവ്മെൻറ്റിൻ്റെ അടുത്ത ലക്ഷ്യമെന്ന് പറയുന്നത്.